ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ഗ്രാമാസി. അപ്പോൾ നമ്മളിവിടെ മരത്തിൻ്റെ കൊണ്ട ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അയ്യോ മരം ഇവിടെ ഈ മരത്തിനെ കാണാനില്ലല്ലോ. മരം അത് മരത്തിൻ്റെ കൊണ്ടയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ അങ്ങനെ അതാണ്ട അതുപോലെ നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പറയാമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ്റെ ഭാര്യയുടെ വീട്ടിൻ്റെ കോഴിക്കൂട്ടിൻ്റെ അകത്ത് ഒരു തേനീച്ച വന്നിരിപ്പുണ്ട്. നമുക്ക് അതിനെ എടുക്കാൻ പോവാം, തേനീച്ച എടുക്കാൻ. ഓക്കെ, തേനീച്ച എടുത്ത് നമുക്കതിനെ കൂട്ടിലാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അതിൻ്റെ ഇടയിലാണ് സ്റ്റാർട്ടാക്കിയിരിക്കുന്നത് ബ്ലഡ് ഫുൾ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഈച്ച എവിടെയാണ് ഇരിക്കുന്നത് നോക്കാം. എടീ വാ, കൊല്ലടാ എന്നെ. ജിത്തൊന്ന് ഫ്രണ്ടേ ഓടി ചേട്ടാ. എവിടാ? സർവീസ് ഉണ്ടല്ലോ. ഇവിടെ അടിയാ. അമ്മച്ചിയെ ഇതായിരിക്കുന്നു. എവിടെയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അതാ ഇതിലാണ് ഇരിക്കണത് ചേട്ടാ. ഈ ചാക്കിലാണ്ടായിരിക്കണത്. അതൊക്കെ ഇരിക്കണേ ഇതായിരിക്കണത് തേനീച്ച. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈച്ച ഇരിക്കണമെന്ന് കൺഫേം നോക്കാനാണ് കേട്ടോ വന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും കൂടെടുത്തിട്ട് വരാം. കൂടെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ വാരി കൂട്ടിൽ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടെടുക്കാൻ പോകാം. നമുക്ക് കൂടെ നമ്മൾ വേറൊരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വരാം. എൻ്റെ കൂടെ തന്നെയാണ് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കൂടെ എടുത്തിട്ട് വരാം എന്തായാലും. അപ്പോൾ നമ്മൾ കൂടൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട് അവന്മാരൊക്കെ വിടറാ. ഓക്കെ, ആദ്യം എന്തായാലും ഷീറ്റ് മാറ്റി. നമ്മളിവിടെ അപ്പുറത്തിരിക്കണം ഷീറ്റ് മാറ്റി. അത്യാവശ്യം നല്ല സെറ്റാണ് കേട്ടോടാ. അത്യാവശ്യം നല്ല കൊള്ളാന്നുള്ള സെറ്റ് തന്നെ. ഇതിലാണ് അതായിരിക്കും വേണ്ട. ഇവിടെ പല്ലിമുട്ട. എല്ലാവരും ഒന്ന് സഹകരിച്ച് അങ്ങോട്ടൊന്ന് ഓടിത്തീരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് മെയിനായിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മെയിനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു ഈച്ചേനെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് റാണീനെ കണ്ടുപിടിക്കണം. റാണീനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പണി എളുപ്പമായി. നല്ല എളുപ്പത്തിന് നമുക്ക് ഇതാണ് കരിന്തോടലാണ് വേണ്ടത്. നമ്മളിവിടെയൊക്കെ ഈ ഈച്ചനെ പറയണ കരിന്തോടൽ എന്നാണ് കേട്ടോ. അതായത് ഈ ഈച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളഞ്ഞിട്ട് കുത്തിക്കളയും ഈ സാധനം. എൻ്റെ ആമ്പോ അതോടെ ഇരിക്കട്ടെ. നിസ്സാരക്കാരനല്ല. ഇതിനെ ഇത് എടുക്കുക എന്ന് പറയണത് ഇത്തിരി റിസ്ക്കാണ് കേട്ടോ. കാര്യം ഇതിൻ്റെ ഇത് വാക്കില്ലാതെ ഇനി ഇരിക്കുകയും ചെയ്യുന്നത് കേട്ടോ. തീരെ അടുത്തുകൊണ്ട് ബ്ലറായി പോവേ. റാട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്. പിന്നെ 3-4 റാട്ട് ആക്കി വെച്ചിട്ടുണ്ട്. റാണി കണ്ണിൽ കാണണമെങ്കിൽ ചാടി വീഴുന്ന പിടിച്ചോളണം കേട്ടോ. നമ്മൾ ഈ തപ്പണത് റാണീനെയാണ് കേട്ടോ.
റാണീനെ പിടിച്ച് നമ്മൾ എവിടെ വയ്ക്കുന്നു അവിടെയായിരിക്കും ഈ ഈച്ചയെല്ലാം വന്നിരിക്കുന്നത്. നോക്കിയോ കളിയോ അതിലില്ല. ആ കൂടിടും. നമുക്ക് ഈച്ചനെല്ലാം കൂടിൻ്റെ അകത്ത് പതുക്കാണ് തട്ടി വയ്ക്കാം. ഇരിക്കൂല എന്നാലും. തേനുണ്ടല്ലേ? തേനുണ്ടല്ലേ? തേനല്ലടാ, അത് റാട്ട് കെട്ടി വെച്ചിരിക്കുന്നത്. അത് ഇത് വെറുതെ റാണി കണ്ടോ? റാണീനെയാണ് ഈ തപ്പണത് സംഭവം. ഈശ്വര മക്കളെ അയ്യോ കിട്ടിയാ ഒരെണ്ണം. ഞാൻ മുകളിലേക്ക് അതല്ല ഭാര്യത് ബാക്കില്ല. അതായത് എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പാവമാണേ. വൃത്തിയാക്കിയോ? അല്ല റാട്ട് അതിൽ വെക്കണ്ട. ഓക്കെ ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചേ ഇത് ചെറിയ റാട്ട്, ഇത് നമുക്ക് ഉപയോഗമില്ല. മനസ്സിലായോ? ഉണ്ടോ ഇത് അതിന് കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡാണ്. അത് കണ്ടോ, ഇതിൽ പൂമ്പൊടി ഇരിക്കണുണ്ടോ? പൂമ്പൊടി. പക്ഷേ ഈ റാട്ട് നമുക്ക് അതിൽ വെച്ച് കൊടുത്തിട്ട് പ്രയോജനമില്ല. ചീത്തയായി പോകും. 2 ദിവസം കഴിയുമ്പോൾ മുട്ടയും ഒരുപാട് ഇട്ട് വെച്ചിട്ടുണ്ടത്. ഓക്കെ, നമ്മൾ റാണിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല. അങ്ങനെ വെറുതെ കാണിക്കണം. സ്ക്രീനിലൊരു ടച്ച് കൊടുത്തോ. സ്ക്രീനിലെ തൊട്ടാൽ മതി. കുട്ടല്ലയുടെ കണ്ടോ, അത് കുത്തിയതാണ് കേട്ടോ. അതിൻ്റെ ആണിയാണത്. കണ്ടോ അതിൻ്റെ ആണി. അയ്യോ, അതാണ് അതിൻ്റെ ആണി. നോക്കാൻ പറ്റണല്ലോ കളിയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കുട്ടികുട്ടികൾക്കുള്ള അടിപൊളി നന്നായിരിക്കും. ഈ ഒരു പല വിളക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് നമുക്ക്. പക്ഷെ വേറൊരു കാര്യം, പല വിളക്കി കഴിഞ്ഞാലേ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇതിനെ പതുക്കെ ഇളക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് ഇങ്ങനെ 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 ചരിച്ച് പതുക്കെ. അങ്ങനെ വെച്ചോളൂ. റാണി റാണിയാണത്. നേരെ ഇരുന്നില്ലേ? ഇപ്പുറ സ്ഥലം നോക്കിയോ? ഈ സ്ഥലം കൊട്ടിൻ്റെ അയ്യരുകൾ ഇപ്പൊ തുടങ്ങും. അല്ല കുഴപ്പമില്ല. ഞാൻ തറയിൽ വിഴുന്നതിൽ റാണി ഉണ്ടോന്നാണ് ഞാൻ നോക്കുന്നത്. തറയിൽ വിഴുന്നതിൽ റാണി ഉണ്ടെങ്കിലേ ഈ ഉറുമ്പ് എന്തെങ്കിലും കയറി കടിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും. എവിടെ നിന്നൊക്കെ കൊട്ട് കിട്ടണമെന്ന് അറിയാൻ പാടില്ലേ. കയ്യിലിപ്പോൾ 3 കൊട്ടായി. ലോഡ് ഈച്ചുണ്ട് കേട്ടോ. ലോഡ് ഈച്ചുണ്ട് കേട്ടോ. അതിനെ അടുത്തോട്ടുണ്ടോ? അങ്ങനെയല്ല, ഇതിനെ ചുമ്മാ അതിൻ്റെ പല വേങ്ങട് ഏത് വിലയോടാ? അപ്പത്തെ വിളക്കിയ പല വേങ്ങട് ഇളക്കിയ പോലെ എടുക്കടാ.
എല്ലാം അതിൽ തന്നെ അതിൽ തന്നെ തിരിച്ചു വീഴല്ലേ? അത് എടുക്കാൻ നോക്കണ്ട. ഇതിലെടുക്കാം, ഇങ്ങനെ എടുക്കാം. നമുക്കിതിൽ റാണി ഉണ്ടാകുന്ന തപ്പണം കേട്ടോ. റാണീനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. റാണി വാവോ എന്തുവാടാ തീരെ അടുത്ത് പോലെ എങ്കിൽ ഇത് ബ്ലറായി പോകും. എന്തുണ്ടാ കവറ്? നീ റാണിയെന്നും പറഞ്ഞ് വേറെ റീച്ചനെ പിതുക്കി എടുക്കല്ലേ. നമുക്ക് ഇത്ര എളുപ്പത്തിന് ഇരുന്ന് തരികയാണത്. അയ്യോ അതിപ്പോൾ മറിഞ്ഞ് താഴെ വീഴും താഴെ വീഴും താഴെ വീഴും താഴെ വീഴും താഴെ വീഴും. അത് റാണി തന്നെ റാണിയല്ലാതെ നീ ഓട്ടിൽ നോക്കിയോ? നീ ഓടിപ്പോകുമ്പോൾ റാണി ഇങ്ങനെ ആയിരിക്കും വലുതായിട്ടാണ്. റാണീനെ അറിയാൻ പറ്റും, ഇവിടെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ഇത്ര ഈച്ചയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഈച്ചയാണ് റാണി. ഇതിൽ നിന്നും വലിപ്പമായിരിക്കും. സ്കാൻ ചെയ്താൽ നമുക്ക് എല്ലായിടത്തും അപ്പോൾ എവിടെയെങ്കിലും ഇത് കിട്ടും. ശരി തന്നെ. റാണി അത്രയ്ക്കും റാണി ഭയങ്കര സുന്ദരിയാണ് കേട്ടോ. സുന്ദരമല്ലേ? ഭയങ്കര സുന്ദരിയാണ്. ഇവിടെ ഭയങ്കര സുന്ദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശയിൽ പറഞ്ഞാൽ റാണി ഭയങ്കര സുന്ദരിയാണ്. വാ വാടാ വാടാ അല്ലേ എളിയാ? ഞാൻ പിടിച്ചാണ്ടാ സത്യമായിട്ടുള്ള കാര്യം. ഞാൻ എടുക്കില്ല. ഇങ്ങോട്ട് വാ. ഞാൻ എടുക്കില്ല. ഇവിടെ കൈ പറയ്ക്കും. ചോറ് വെച്ചില്ല. ഇവിടെ ഇതിൽ നീ നോക്കിയോ? മറ്റതിൽ ഞാൻ നോക്കാം. അതിലും കുറേ ഇരിക്കും. ബാക്കി ഈ ചായയിൽ വീഴുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിൽ തന്നെ കാണും. ഇതിൽ തന്നെ കാണും. കുത്തി തുടങ്ങിയ അത് ഒന്നൊന്നര തുടക്കം. കല്ല് 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 കല്ലടാ. അത് തന്നെ അത് തന്നെ അത് തന്നെ. ഓ ഈ പല വലിയ ഇഷ്ടംപോലെ ആദ്യം മേടിക്കാനാണ് നമ്മൾ പകുതി എടുത്തോളൂ. ഇവിടെ ഇത് എടുക്കണല്ലോ. ഇവിടെ ഇഞ്ഞിട്ടാ ഇത് എന്തിനാണ് ഇതിനെ? ഓ എന്നെ കൊട്ടിയിടായി പറയണ്ട. എടാ ഇതിനെങ്ങനെ പിടിച്ചോടാ? അങ്ങനെ പിടിച്ചാൽ വെറുതെ പിടിച്ചാൽ ഞാൻ അതിനൊന്ന് എടുത്ത് കളയിട്ട് ചത്തല്ലേ അത്? അയച്ചാവും. അയച്ച അങ്ങനെ ചത്തുള്ളൂ. കൊട്ടണ അയച്ചൊന്നും പിന്നെ ജീവിച്ചിരിക്കില്ല. അതിൻ്റെ നരം പൂരിയിലോട്ടുള്ള അതാണ് അതാണ്. അപ്പോൾ ഇതിൽ കാണാനാണ് സാധ്യത കേട്ടോ. എന്നെ കൊട്ടിയുടെ വീണ്ടും കൊട്ടണം. ചിലവറ കൊട്ടണുണ്ട്. സൂക്ഷിച്ചു അതുകൊണ്ട് ഇവിടെ കൊട്ട് കാര്യം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ റാണിയുണ്ട്. ഇതിൽ റാണിയുണ്ട്. അതായത് നിനക്ക് കിട്ടണുണ്ടോ? ആ അതിൽ കാണും. അതിൽ റാണിയാണ്. ഇതിൽ റാണിയാണ്. അതാണ് ഇതിൽ റാണി ഉള്ളതുകൊണ്ടാണ് അതെടുത്തപ്പോഴ് കൊട്ട് വീഴുന്നത്. കൊട്ടണം. കിട്ടും പേടിക്കണ്ട. എൻ്റെ ശരീരം ഒന്നും വേർത്തിരിക്കണതുകൊണ്ട് ഇതിന് വേർപ്പ് പറ്റൂല. കൊട്ടും. അതിനും കൂടെ നോക്കിയേ.
ഞാൻ എടുത്തില്ല റാണീനെ, എന്നെ കൊട്ടാതാ. അതിൻ്റെ കാണും. അതിൻ്റെ അത് കാണൂടാ, നോക്കാം നോക്കി. ഒന്നിനെ കാണുള്ളൂ. റാണി എന്ന് പറയുന്നത് ഒരൊറ്റ സാധനമാണ്. ഇല്ല ഇല്ല, നോക്കാം നോക്കാം ഇല്ലേ. അതൊന്ന് ശാന്തമായിക്കോട്ടെ. അളിയാ പോക്കണോ അളിയാ? ചെറിയൊരു പുക അടിക്കണോ? പുക അടിച്ചിരുന്നെങ്കിൽ ഇത്തിരി ഈ ഒരു ഇത് വയലൻസ് ഒന്ന് മാറി കിട്ടുമായിരുന്നു. പ്രാവശ്യം വയലൻ്റ് ആയിരിക്കുകയാണ് കേട്ടോ. വയലൻ്റായി. അടിയിൽ വീഴല്ലേ? അടിയിൽ വീഴാണ്. കലയില്ലേ? കലഞ്ഞല്ലേ? കലഞ്ഞ് പൊങ്ങണല്ല. തറയിൽ നോക്കലേ കലഞ്ഞ് പൊങ്ങണല്ലേ? റാണി എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പെയ്യാ പണിയാവോ? തറയിൽ തറയിലില്ല. കല്ലെടുത്തു. തറയിലില്ല, ഉറപ്പാണ്. കലയാണല്ലോ അവിടെ. റാണീനെ കണ്ടതുമില്ല. പൊങ്ങണില്ല. ഇവിടെ തന്നെ ഉണ്ട് സാധനം ഇതിൽ തന്നെ ഉണ്ട്. അടിയിലിരിക്കുകയാണ്. തറയൊന്ന് വീഴുന്നു ഇപ്പോൾ ഒരു കൊല. നമ്മൾ ചെകയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെകഞ്ഞു കഴിഞ്ഞാൽ ഇത് വയലൻ്റ് ആവും. ഇത് റാണി പുറത്ത് വരും. കുറേ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റാണി പുറത്ത് വരും. ആ കിട്ടി, സാധനത്തിന് കിട്ടിയടേ. ആ വേണ്ട വേണ്ട, ഇതായിരിക്കും സാധനം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ സൈലൻ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റാണി വരും. കണ്ട, ഇതാണ് റാണി. കണ്ട, ഇതാണ് റാണി. റാണീനെ കിട്ടി നമുക്ക്. സിമ്പിൾ പരിപാടി, റാണീനെ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, റാണി എന്ന് പറയുന്നത് ഭയങ്കര സുന്ദരിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കണ്ട, സുന്ദരീനെ കണ്ട. ഇതാണ് റാണി. അപ്പോൾ നമ്മൾ റാണി കയ്യിൽ നിന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇതിനെ നമ്മൾ പിടിച്ച് കൂട്ടിലൊക്കെ വയ്ക്കാൻ നേരത്തിന് ഇത് കയ്യിൽ നിന്ന് പറന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് വീഴണതോ, ചിലപ്പോൾ തെങ്ങിൻ്റെ മുകളിലായിരിക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ മരത്തിൻ്റെ കൊണ്ടയിലൊക്കെ ആയിരിക്കും. അവിടെ ചെന്ന് വീഴുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള തേനീച്ച എല്ലാം ഇതിൻ്റെ പുറകെ അവിടെ പോകും. അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ചിറകിൽ അരക്ക് വയ്ക്കും. പാലക്കറ അല്ലേ കളിയാ? പാലക്കറ വയ്ക്കും. അപ്പോൾ നമ്മൾ പാലക്കറ വയ്ക്കാം. കാരണം എന്ന് പറഞ്ഞാൽ പാലക്കറ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിന് ഡേഞ്ചർ അല്ല. മറ്റ് ഇത് കൂട്ടിലായതിനു ശേഷം മറ്റേ ഈച്ചകളെല്ലാം ഇതിനെ ക്ലീൻ ചെയ്ത് റെഡിയായിക്കൊള്ളും. അപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. ഇതാണ് കണ്ടോ, എല്ലാ ഈച്ചകളെക്കാട്ടിയും വലുതാണ് ഈ റാണി എന്ന് പറയുന്നത്. കണ്ടോ, എല്ലാ ഈച്ചകളെക്കാട്ടിയും വലുതാണ്. കുറേ കൊട്ട് കിട്ടി കേട്ടോ. ഇതൊക്കെ നീരൊക്കെ അടിച്ചിരിക്കുന്ന കേട്ടോ കയ്യിൽ. എനിക്ക് 2-3 കിട്ടിയടാ. കണ്ടോ, ഇതാണ് റാണി. ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോടാ? നോക്കിയാണ്, കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് റാണി. ഉണ്ടോ? എടാ അടുത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഇതായി. കാണിച്ചായി റാണി കയ്യിൽ നിന്ന് പോയ തേഞ്ഞ്. അയ്യോ, പെട്ടെന്ന് കൊണ്ടുപോടാ, പെട്ടെന്ന് പാലക്കറ കൊണ്ടുപോടാ.
അങ്ങനെ വേണ്ട. പാലക്കറി കിട്ടിയാ അതാ അതിൻ്റെ ചിറകില്ലേ എന്നാ നമ്മൾ പാലക്കറ അതിൻ്റെ ചിറകിൽ വെക്കാൻ പോവുകയാണ്. വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സെപ്പറേറ്റ് അത് അങ്ങോട്ട് അത് ഞാൻ അടിയിലത്തെ ചിറകിലാണ് വയ്ക്കാനുള്ള. ഓക്കെ അടിയിലെ ചിറകിൽ ആദ്യം അത്രേ ഉള്ളൂ. ഓക്കെ മതി അടിയിലത്തെ ആ ചിറവിൽ അടിയിലത്തെ ചിറവിലാണ് ഒക്കെ ഉള്ളത്. കിട്ടണല്ലേ സാരമില്ല. ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനെ എടുത്ത് കൂട്ടിൽ വയ്ക്കാൻ പോകണേ. ഈ റാണീനെ ഇതാണ്ട റാണി ഉണ്ടാ ഇതാണ് റാണി. ഈ റാണി എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ബാക്കി ഈച്ചകൾ വരുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉണ്ടാ ഇതാണ് റാണി. സാധാ ഈച്ച ഉണ്ടാ സാധാ ഈച്ചനെക്കാട്ടിലും വലുത് ഉണ്ടാ. തറയിൽ വിടുന്നു കഴിഞ്ഞാൽ ഇത് ഉറുമ്പ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചത്തു. അങ്ങനെ വരുന്നുണ്ട്. നീ ആ കൂടെ എടുത്താണ് കൂട്ടിൽ തന്നെ വയ്ക്കാം. കൂടെ എടുത്ത് ഇവിടെ തന്നെ അങ്ങ് വയ്ക്കാം. ഇതിൻ്റെ പുറത്ത് കോഴിക്കോട്ടിൻ്റെ ഇതിൻ്റെ പുറത്ത് തന്നെ അകത്ത് മുകളിൽ അല്ല ഇവിടെ വെച്ചിട്ട് സെറ്റായിട്ട് സെറ്റായിട്ട് എടുത്ത് അവിടെ വെച്ച് നനയില്ലല്ലേ. ഒന്നിച്ചു എട്ടിൻ്റെ പണിയാണോ പോയത്. അത് ഇനി വിടില്ല സേഫാണ്. ഇവിടെ തന്നെ വയ്ക്കാന്നാ അതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഇവിടെ എടുത്ത് വെച്ചാൽ പോരെ. അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൈ തട്ടൂടോ. ആരെങ്കിലും കൈ തട്ടി വീണ് കഴിഞ്ഞാൽ ഇങ്ങോട്ടാരും വരില്ലല്ലോ. പറയാൻ പറ്റില്ല. അത് അവിടെ തന്നെ നീ ഇപ്പൊ വെച്ച രാത്രി എടുക്കുമ്പോൾ തട്ടല്ലേ. ഇല്ല വെച്ച എന്തിന് തന്നെ അല്ല ഇവിടെ ആണെങ്കിലേ വേറെ ഉറുമ്പും ശല്യം ചെയ്യില്ല. അവിടെ വെച്ചെടുത്ത് പോയി ഇവിടെ തന്നെ അടപ്പെടുത്ത് അടി വെച്ചിട്ട് പോയി മാറാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറ്റിക്കാരടിച്ച് തരാം. കുറ്റിക്കാലടിച്ച് വെക്കാം. നല്ല തലവടാണ് എടുത്ത് വെച്ചിട്ട് ഒരു കമ്പടിക്കണ വലിയ പാടല്ലേ ഉള്ളൂ. അതോടെ നമുക്ക് ഇത് തേനീച്ച ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാം. അല്ല ഇവിടെ തന്നെ പോയി തൽക്കാലത്തേക്ക് നമുക്ക് തേനീച്ചനെ ഒന്ന് സെറ്റ് ആക്കാം. എന്ത് ഇത് വേണം. ഇതിവിടെ എടുത്ത് അടിയിൽ വെച്ചു. പിന്നെ അയ്യോ താനെ പോണേണ് വെയിറ്റ് താനെ പോണത് തന്നെ കൈ തട്ടി പോയതാ. ഇല്ലടാ അത് വേണ്ട അപ്പഴ വേണ്ട ഇരിക്കുമല്ലോ. പിന്നെ അത് ഉറപ്പായിട്ടിരിക്കും. ഓക്കെ ഇല്ല ഇത് 2 റാട്ടേ ഉള്ളൂ. ഈ റാട്ട് വെക്കേണ്ട കാര്യമില്ല നമുക്ക്. റാട്ട് വെക്കണം. അല്ലടാ റാട്ട് വെക്കേണ്ട കാര്യമില്ല. ഇത് ചെറിയ റാട്ടറാ. ഇത് വെച്ചിട്ട് കാര്യമില്ല. ചെറിയ റാട്ട് അത് ഒരാഴ്ച ആവുമ്പോൾ ഇതിനെക്കാട്ടിയും വലിയ റാട്ട് സെറ്റാക്കിക്കോളും. ഓക്കെ ആദ്യം ചെയ്യാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈച്ചന ഇതിലോട്ട് ആക്കണം. കുറച്ച് ഈച്ചന ഇതിലോട്ട് ആക്കിയതിന് ശേഷമാണ് പതുക്കുക അതിനെ ഒരു കമ്പെടുത്ത് മാറ്റിയ കൈ ഉണ്ടെങ്കിൽ കൈ റാണി ഇവിടണല്ലടാ. കുറച്ച് ഈച്ച അതിലോട്ട് ആയിക്കോട്ടെ. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആവും. അത് ഇതിന് അനക്കം വരുമ്പോഴേ അനക്കം ഇല്ലാത്തടത്തോട്ട് അത് പോകും. അതിനൊക്കെ ഇതിലൂടെ ചേർത്താ നില്ല വെയിറ്റ് അതെന്നാ കുറച്ച് ഈച്ചന അതിൻ്റെ അകത്തോട്ട് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ റാണീനെ വിട്ടാലേ ഇരിക്കുള്ളൂ. പിന്നെ നമ്മൾ ഇതിനിങ്ങനെ കലച്ച് വിട്ടാലും ശരി എന്നാൽ തിരിച്ച് ഇതിൻ്റെ അകത്ത് തന്നെ വരും. ഈ റാണി അതിൻ്റെ അകത്ത് ഇരിക്കണതുകൊണ്ട് അടപ്പെടുത്ത് പാതി അടച്ചിരിക്കുകയല്ലായിരുന്നല്ലേ. വേണ്ട റാണീനെ അതിൻ്റെ അടുത്ത് ഇവിടെയാണ് എന്തായാലും. റാണി അകത്ത് വീണു കേട്ടോ. റാണി അകത്ത് വീണു. ബാക്കിലൊരു ഹോളുണ്ട് നോക്കിക്കോടെ. ബാക്കിൽ ഹോളുണ്ടോ? ശേ കാണാൻ പറ്റില്ല നിനക്ക്. റാണീനെ കണ്ടുകൂടാ. പക്ഷേ ഈച്ച എന്തായാലും നോക്കേ
അളി ഒന്നില്ല മുകളിലല്ല മുകളിൽ വന്നതല്ല ഒരു പീസ് അടന്ന് വീഴുന്നത്. റാണി എന്തായാലും അതിൻ്റെ അകത്ത് തന്നെ ആയിട്ടുണ്ട്. നീ തറയിൽ വീഴുന്നോന്നൊന്ന് നോക്കിക്കോണേ. എന്തായാലും ആ കൂട്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, റാണി കൂട്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. കാരണം ആ ഈച്ചകൾ പൊതിയുന്നുണ്ട്, റാണിയെ പൊതിയുന്നുണ്ട്. ആ അകത്തേനുണ്ട് റാണി. ആ മൂലയിൽ ഇരിപ്പുണ്ട്. എടാ അടപ്പിങ് എടുത്തോണ്ട് ബാക്കിൽ ഹോൾ ഉണ്ടോടാ? അത് ഇവിടെ തന്നെ അവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഉണ്ട്. വേറെ പോകത്തൊക്കെ ഹോളില്ലല്ലോ അവിടെ? ഇറങ്ങിപ്പോകത്തൊക്കെ ഹോളില്ലല്ലോ? 4 സൈഡ് നോക്കി നോക്കെ. റാണിയകത്ത് തന്നെ ഉണ്ട്. റാണി വീഴുന്ന സ്ഥിതിക്ക് നമുക്ക് പതുക്കെ ഇങ്ങനെ കുലച്ചു വിടാൻ. ഇല്ലേ തുടച്ച നല്ല തെറ്റാണ് കേട്ടോ. നല്ല കുട്ടി. അവിടെ പടയ്ക്കാൻ പറ്റില്ല. എങ്ങനെ വെച്ചാൽ ഇങ്ങോട്ട് നീക്കി ഈ ചാനൽ ഇങ്ങോട്ട് നീക്കി അല്ലെങ്കിൽ അടപ്പടയ്ക്കാൻ ഇങ്ങനെ തിരിച്ചു വയ്ക്കാം. ഇങ്ങനെ തിരിച്ചു വയ്ക്കാം. ഓക്കെ. ഇപ്പോഴാകുമ്പോൾ അവിടെ പടയ്ക്കാൻ തോന്നും. കുറച്ച് മുന്നോട്ട് വന്നാലേ നടക്കാൻ പറ്റുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് അവൻ അകത്ത് കയറി പോകും. അല്ല താഴത്തെ ഹോൾ വഴി അത് കയറുന്നുണ്ട്. ഓക്കെ. വില കൂടി എല്ലാം അത് കയറുന്നുണ്ട്. അതിൻ്റെ ഹോൾ വഴി കയറി നോക്കിയാണ്. എല്ലാം കറക്റ്റ് ഹോൾ വഴി കയറുന്നുണ്ട്. റാണി അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ കയറി പോകുന്നത്. സത്യം പറഞ്ഞാൽ റിസ്ക് ഇല്ലാതെ റാണീനെ കിട്ടി ഇപ്പോഴല്ലേ കളിയാ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 1-2 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 മണിക്കൂറൊന്നുമല്ല, നമ്മൾ ഏകദേശം ഒരു ദിവസം അടുപ്പിച്ച് നമ്മൾ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇരുന്നിട്ടുണ്ട് റാണീനെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇത് സംഭവം നമ്മൾ ഒരിടത്തുനിന്ന് ഇത് കണ്ടുപിടിച്ച റാണീനെ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അത് പറന്ന് അടുത്ത് വലിയ മരത്തിൻ്റെ കൊണ്ടയിൽ പോകും. പിന്നെ ആ മരത്തിൻ്റെ കൊണ്ടയിൽ കയറിയിട്ട് അവിടെ നിന്ന് പിടിക്കാൻ നോക്കും, അടുത്ത മരത്തിൽ പോകും. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു ദിവസം വരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കാണാൻ ആഗ്രഹമുള്ളവർ അതിലോട്ടൊന്ന് പോയാൽ അത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും റിസ്ക് എടുത്തിട്ടുള്ള തേനീച്ച പിടുത്തം ഇതിപ്പോൾ അധികം റിസ്ക് എടുക്കേണ്ടി വന്നില്ല കേട്ടോ നമുക്ക്. എന്ന് പറഞ്ഞാൽ നമ്മളെ കൈവാക്കിന് തന്നെ കിട്ടി. റാണിയും പറന്നു പോകാതെ നമുക്ക് പെട്ടെന്ന് റാണീനെ പിടിക്കാൻ പറ്റി. ഇപ്പോൾ എല്ലാ ഈച്ചയും അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഇരുന്നതും എല്ലാം ചുറ്റുപാടും ഇരുന്ന ഈച്ച എല്ലാം അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ഈച്ച മാത്രമേ പുറത്തുള്ളൂ. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് മഴ നനയാതെ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു ടാപ്പ് എന്തെങ്കിലും എടുത്തിട്ട് കൊടുക്കും. ഓക്കെ, സെറ്റായിട്ടുണ്ട്. സത്യം ഇത്ര ആൻസറിനുള്ള തേനീച്ചയാണ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ 3-4 കുട്ടി കിട്ടി. ഇതൊക്കെ ഉണ്ടോ?
വിരൽ വീങ്ങിയിട്ടുണ്ട്. അടുത്തേക്ക് ഇവിടെ ഒരു കൊട്ട് കിട്ടി, പിന്നെതാ ഇവിടെ ഒരെണ്ണം കിട്ടി, പിന്നെ ഇവിടെ ഒരെണ്ണം കിട്ടി. 5-6 കിട്ടി. അത് സ്വാഭാവികം, കിട്ടും. നിനക്ക് കിട്ടിയില്ലല്ലോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഓക്കെ, നമുക്ക് ഇതിൻ്റെ പുറത്ത് മഴ നനയാതെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാ നമ്മളെ ഈച്ച. ഇതിന് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് ഒരു കുറ്റിക്കാലം അടിച്ച് ഇവിടെ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കാം. അതായത് ഇവിടെ എവിടെയെങ്കിലും സേഫായിട്ട് എടുത്ത് വയ്ക്കാം, ഇവിടെ എവിടെയെങ്കിലും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.